നിങ്ങൾ വളർത്തി നോക്കിയിട്ടുണ്ടോ പക്ചോയ് അല്ലെങ്കിൽ ബോക്ചോയ്? ഇതുവരെ വളർത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ വളർത്താം. അതിനു വേണ്ടിയുള്ള ഗ്രോയിങ് ഗൈഡുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ചൈനീസ് ക്യാബേജ് വെറൈറ്റിയായ പക്ചോയ് എങ്ങനെയാണ് വളർത്തുന്നത് എന്ന് നോക്കാം. ഇതാണ് പക്ചോയുടെ വിത്തുകൾ. കടുക് പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്, പക്ഷെ ഇത്തിരി ചെറിയ സൈസ് ആണെന്നുള്ളൂ. വിത്തുകൾ ഞാൻ പാകുന്നത് ഈ ഒരു സീഡ്ലിംഗ് ട്രെയിലാണ്. ഓരോ സെല്ലിന്റെ നടുക്ക് ഓരോ കുഴി ഒഴിച്ച് അതിൽ 2-3 വിത്തുകൾ വീതം പാകുക. വിത്തുകൾ പാകിയതിനു ശേഷം കുഴി നന്നായി മൂടി നല്ലവണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വിത്തുകൾ മുളപ്പിക്കാൻ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സീഡ് സ്റ്റാർട്ടിംഗ് മിക്സ് വെർമി കമ്പോസ്റ്റും ചകിരിച്ചോറും വെർമിക്കുലൈറ്റും തുല്യ അളവിലെടുത്തതാണ്. അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഐ ബട്ടണിലും കൊടുത്തേക്കാം. വിത്തുകളെല്ലാം പാകിയതിനു ശേഷം നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല മോയ്സ്ചർ ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മുടെ വിത്തുകളൊക്കെ നന്നായി മുളച്ചു വരികയുള്ളൂ. വിത്തുകൾ പാകി കഴിഞ്ഞ് ഞാൻ ലേബൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡേറ്റ് കണ്ടോ, 2021 വീഡിയോ ആണത്. 20 ദിവസങ്ങൾക്ക് ശേഷമുള്ള അപ്ഡേറ്റ് ആണിത്. 20 മുതൽ 30 ദിവസങ്ങൾ പ്രായമുള്ള തൈകൾ നിങ്ങൾക്ക് മാറ്റി നടാവുന്നതാണ്. ഞാനിത് 40 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ഈ ഒരു റേസ്ഡ് ബെഡ് ആദ്യമായി പണിത സമയത്താണ് പക്ചോയുടെ തൈകളൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ റെഡിയായിട്ട് നിന്നത്. അതുകൊണ്ട് ഇത് തന്നെ ആദ്യമായിട്ട് ഇവിടെ പ്ലാൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. 12 തൈകളാണ് ഈ ഒരു റേസ്ഡ് ബെഡിൽ ഞാൻ നട്ടുകൊടുത്തത്. തൈകൾ നട്ടുകൊടുത്തതിന് ശേഷം നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കണം. എപ്പോഴും ഉപയോഗിക്കാറുള്ള പോട്ടിംഗ് മിക്സ് തന്നെയാണ് കേട്ടോ ഈ റേസ്ഡ് ബെഡിലും ഞാൻ ഉപയോഗിച്ചത്. വിത്തുകൾ പാകി 45 ദിവസങ്ങൾക്ക് ശേഷമുള്ള അപ്ഡേറ്റ് ആണിത്. ഈ വീഡിയോ എടുത്ത് 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ചെടികളെല്ലാം നശിച്ചു പോയിരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? എലിശല്യം. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ പൂച്ചക്കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. എലിശല്യമാണെങ്കിൽ ഭയങ്കര കൂടുതലായിരുന്നു. ഈ ഒരു റേസ്ഡ് ബെഡിൽ നട്ടിരുന്ന എല്ലാ ചെടികളും എലികൾ കടിച്ച് നശിപ്പിച്ചിരുന്നു. ഇത് ഒരു സൈഡിൽ മാത്രം പക്ചോയ് നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റേ സൈഡിൽ കാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി പോലത്തെ ബാക്കിയുള്ള ശീതകാല പച്ചക്കറികളായിരുന്നു കേട്ടോ. അതൊക്കെ എല്ലാം നശിപ്പിച്ചു. എന്തോ ഭാഗ്യത്തിന് 2-3 ചെടികൾ ഞാൻ ഇതുപോലെ ഗ്രോ ബാഗിൽ നട്ടിരുന്നു. ഇത് വേറൊരു സ്ഥലത്തായിരുന്നു വെച്ചിരുന്നത്. ഇവിടെ എലിശല്യമൊന്നുമില്ല, പക്ഷെ സ്ലഗ്സിന്റെ ശല്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ലീവ്സിലൊക്കെ കുറച്ച് ഡാമേജ്. വിത്തുകൾ പാകി 75-ാം ദിവസമാണ് കേട്ടോ ഞാനിത് വിളവെടുത്തത്. പക്ചോയ് നിങ്ങൾക്ക് ഇതുപോലെ അപ്രൂട്ട് ചെയ്തും എടുക്കാം, അല്ലാതെ ലീവ്സ് മാത്രം ഹാർവെസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ആകെ 3 ചെടി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് അപ്രൂട്ട് ചെയ്തെടുത്തത്. ഈ പക്ചോയുടെ സീഡ്സ് ഞാൻ വാങ്ങിയതല്ല, ഞാൻ വേറെ സീഡ്സ് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ. ഓൾ ദാറ്റ് ഗ്രോസ് എന്ന വെബ്സൈറ്റിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. പക്ചോയ് ഞങ്ങൾ ഹാർവെസ്റ്റ് ചെയ്തിട്ട് തോരനാണ് കേട്ടോ വെച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ഇതുപോലെ വളർത്തി നോക്കൂ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ഗ്രോയിങ് ഗൈഡുമായി വരാം. അതുവരെ എല്ലാവർക്കും ബൈ.